ഇപ്പോൾ രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ സന്ദർശനത്തിന് പോയിരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. വലിയ ആവേശം നിറഞ്ഞ ഒരു വരവേൽപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം പ്രതികരിക്കുമെന്ന് കരുതുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. നമ്മൾ തിരികെ എത്തും. അദ്ദേഹം ഇന്നലെയാണ് ഹരിപ്പാട്ടേക്ക് പോയത്. മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിന് ശേഷം മൗനത്തിലായിരുന്നു. പിന്നീട് മൗനം ഭഞ്ജിച്ചു. ഞാന് ഇന്ന് രാവിലെ ഗുരുവായൂർ വെച്ച് എല്ലാ മാസവും ഗുരുവായൂരിൽ മലയാള മാസം 1-ാം തീയതി ഞാൻ പോയി തൊഴാറുണ്ട്. ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ പത്രപ്രവർത്തകരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും രാവിലെ ഗുരുവായൂരിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് ഞാൻ പങ്കുവെച്ചതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. കൂടുതൽ പറയാനില്ല. ഇന്ന് ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അദ്ദേഹം രാവിലെ ആശംസ നേർന്നിരുന്നു. ഒപ്പം തന്നെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും പിന്തുണ വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന പ്രതികരണമാണ് നടത്തിയത്. അതിലപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്നാണ്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒന്നും മറുപടി പറയാതെ മടങ്ങുകയാണ്. ഏതായാലും ആവേശകരമായൊരു വരവേൽപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.